കാശ്മലന്മാരായ കേരള പോലീസുകാർ ഹോട്ടൽ മുറി വളഞ്ഞ് അവിടെ നിന്ന് നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA രാഹുൽ മാങ്കൂട്ടത്തെ കണ്ണിച്ചോരയിലെത്ത മജിസ്ട്രേറ്റ് പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അവസാനം കേൾക്കുന്ന വാർത്ത. അദ്ദേഹത്തിൻ്റെ ഈ ദുസ്ഥിതിയിൽ തീർച്ചയായിട്ടും എനിക്ക് വളരെ സങ്കടമുണ്ട്. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു, കാണാനും സുമുഖനാണ്, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിച്ച ആളാണ്, ഇംഗ്ലീഷ് നന്നായിട്ട് പറയാനറിയാം. ഭാവിയിൽ വലിയൊരു നേതാവായിട്ട് ഉയർന്നു വരും. വരുംകാലത്തേക്കുള്ള ഒരു ശശി തരൂർ അല്ലെങ്കിൽ ഒരു VD സതീശനെങ്കിലും ആകും എന്ന് നമ്മൾ വിചാരിച്ച ആളാണ്. പക്ഷേ ഫലം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇതുപോലെ ഒരു നാറ്റക്കേസിൽ പെട്ടു. ഒരു കേസിലല്ല, നിരവധി കേസുകളിൽ പെട്ടിരിക്കുകയാണ്. 3 പരാതിക്കാർ വന്നു കഴിഞ്ഞു. ഇനി 4-ാമത്തെ 5-ാമത്തെ 6-ാമത്തെയൊക്കെ ക്യൂവിൽ നിൽക്കുക. അവരും അധികം വൈകാതെ വരും. പുള്ളി കുറച്ചധികം കാലം ഈ സബ് ജയിലിൽ അല്ലെങ്കിൽ സെൻട്രൽ ജയിലിൽ ഗോതമ്പുണ്ട കഴിച്ച് ശരീരം പുഷ്ടിപ്പെടുത്തും എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന സൂചന. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് പല വിധത്തിൽ നിയമവിരുദ്ധമായിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല. പക്ഷേ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഫക്റ്റ് പോയി. മാത്രമല്ല, പൊതുജനങ്ങളിൽ നല്ലൊരു ഭാഗം ഈ രാഹുൽ മാങ്കൂട്ടത്തെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന അഭിപ്രായക്കാരാണ്. ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ ശിക്ഷിക്കാനായിട്ട് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത മതിയാവുകയില്ല. ഇവനെ പോലുള്ള പേപ്പട്ടികളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന അഭിപ്രായം ഒരു ഭാഗത്ത് വളരെ ശക്തമാണ്. അപ്പോൾ തന്നെ ഈ കുമാരനാശാൻ പറഞ്ഞിട്ടില്ലേ, സ്ഫുടധാരകൾ കുരിരുട്ടിലുണ്ട്, ഇടയ്ക്ക് ദ്വീപുകളുണ്ട് സിന്ധുവിൽ എന്ന്. അതിവിടെ നമുക്ക് കാണാൻ കഴിയും. സ്ഫുടധാരകൾ കൂരിരുട്ടിലുണ്ട് എന്ന് പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ശക്തമായ പിന്തുണയുമായിട്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ താഴമൺ ഗാന്ധി രാഹുൽ ഈശ്വർ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കി അദ്ദേഹത്തെ ജയിലിലേക്ക് വിടണം എന്ന് പറഞ്ഞ് അതിജീവിതം പോയിട്ടുണ്ട്. ഇനി അത് റദ്ദാക്കി ജയിലിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ഇത്തവണ അദ്ദേഹം ഉപവാസം നടത്തുകയില്ല, നിരാഹാരം നടത്തുകയില്ല. കാലത്ത് ഇഡ്ഡലി സാമ്പാറും കഴിച്ചതിന് ശേഷമുള്ള സത്യാഗ്രഹം മാത്രമേ നടത്തുകയുള്ളൂ. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വീണ്ടും സത്യാഗ്രഹം നടത്തും. വൈകുന്നേരം ചപ്പാത്തിയും സബ്ജിയും കഴിച്ചിട്ട് പിന്നെയും സത്യാഗ്രഹം നടത്തും. അങ്ങനത്തെ സത്യാഗ്രഹം നടത്തുള്ളൂ. കാരണം ഉണ്ണാവ്രതം ശരീരത്തിന് ഒട്ടും തന്നെ ഗുണകരമല്ല എന്ന് പുള്ളി ബോധ്യപ്പെട്ടു. 11 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞു. ഏതായാലും കുറച്ച് ദുർമേധസ് ഉണ്ടായിരുന്നു, അത് കുറഞ്ഞത് നന്നായി എന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇനി ഒരിക്കൽ നിരാഹാരം നടത്തണമെന്ന് തോന്നുമ്പോൾ അദ്ദേഹത്തിന് ഈ സംഗതി ഓർമ്മ വരികയും ചെയ്യും. വയറ് വിശക്കാന്ന് പറയുന്നത് ഒട്ടും സുഖമുള്ള കാര്യമല്ല. കേരള ചരിത്രത്തിൽ ഇതുപോലെ ഉണ്ണാവ്രതം നടത്തിയ വേറെ ചില നേതാക്കന്മാരുണ്ട്. ഒരാൾ ശ്രീ R ബാലകൃഷ്ണപിള്ളയാണ്, മറ്റൊരാൾ നമുക്ക് അവർക്ക് പ്രിയങ്കരനായ ശ്രീ PC ജോർജാണ്. ഇവരൊക്കെ നടത്തിയ ഉണ്ണാവ്രതത്തിൻ്റെ പിന്നാമ്പുറം കഥകൾ ഞാൻ ഇനിയൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കണം. ഇത് പറഞ്ഞ രാഹുൽ ഈശ്വറിനെ സങ്കടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും രാഹുൽ ഈശ്വർ ഇത്തവണയും ഉണ്ണാവ്രതം അനുഷ്ഠിക്കേണ്ടി വരും. കാരണം പുള്ളി അധികം വൈകാതെ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിജീവിതർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ഫുടധാരകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ 3-ാമത്തെ കേസിലെ പരാതിക്കാരിയെ കണ്ടുപിടിച്ച് അവരുടെ വീട്ടിലെ നമ്പറും അവരുടെ കുടുംബാംഗങ്ങളുടെ പേരുവിവരമൊക്കെ കണ്ടുപിടിച്ച് ഇവർ ഓരോരുത്തരെയും കഴിയാവുന്ന എല്ലാ അസഭ്യ വാക്കുകൾ കൊണ്ടും ഇങ്ങനെ എന്താണ് ചെയ്യുന്നത്, മഴ വർഷിക്കുന്ന പോലെ അങ്ങനെ ഇവരെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തേച്ചാലും മാച്ചാലും തിരിയാത്തിലുള്ള തെറിയാണ് ഇവരുടെ ഈ അതിജീവിതയുടെ പിതാവിനെയും മാതാവിനെയും സഹോദരന്മാരെയും അവരുടെ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സൈബർ കടന്നലുകൾ എന്നാണോ പറയേണ്ടത്, മണിയനീച്ച എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാവരും വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ മൗനാനുവാദവും ആ കൂട്ടത്തിലുണ്ട്. ഷാഫി മാഫിയ എന്ന് പറഞ്ഞ സംഘം വളരെ സജീവമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത് നടക്കുന്നതിനിടയിൽ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാവരും മൗനമാണ്. കാരണം ഇയാൾ ഇനിയും പിന്തുണച്ചാൽ നാറിപ്പോവും എന്നവർക്കറിയാം. എൽദോസ് കുന്നപ്പള്ളി അല്ല, വിൻസെൻ്റ് MLA അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ്. അതുകൊണ്ട് ഏതു രാഹുൽ എന്ത് രാഹുൽ, ഞങ്ങൾക്ക് ഇയാളെ അറിയാനും പാടില്ല. ഇങ്ങനൊരാൾ പണ്ട് ഈ പാർട്ടിയിലുണ്ടായിരുന്നു, അയാളെ പണ്ടേ പാർട്ടിയിൽ നിന്ന് പിരിച്ചു എന്നാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. പക്ഷേ ഈ സന്ദർഭത്തിലും രാഹുൽ മാങ്കൂട്ടത്തെ ശക്തമായി പിന്തുണയ്ക്കാൻ, ധാർമ്മികമായിട്ട് അദ്ദേഹത്തിന് ഒരു പിന്തുണ കൊടുക്കാനായിട്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരാളെ താഴമൺ ഗാന്ധി എന്ന് വിളിക്കില്ലേ, ഇത് അതുപോലെ പള്ളിക്കൽ കസ്തൂർബ എന്ന് വിളിക്കാവുന്ന ഒരു മഹതിയാണ്. അവരുടെ പേര് ശ്രീനാദേവി കുഞ്ഞമ്മ എന്നാണ്. കുഞ്ഞമ്മ നേരത്തെ CPI കാരിയായിരുന്നു.
പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു. അങ്ങനെ മെമ്പറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമുണ്ടായി. കാര്യം രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ടെങ്കിലും ഒരു ചെറുപ്പക്കാരന്, അതും അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും അയാളുടെ രാഷ്ട്രീയ ഭാവി അപകടത്തിലാക്കുകയും ചെയ്യുന്നതിൽ കുഞ്ഞമ്മയ്ക്ക് ചെറുതല്ലാത്ത കുണ്ഠിതം തോന്നി. അവരാ കാര്യം ഫേസ്ബുക്ക് വഴിക്ക് വെളിച്ചപ്പെടുത്തി. അതേ തുടർന്ന് പാർട്ടിക്കാർക്ക് ഇവർ അനഭിമതിയായി. അവർ പാർട്ടി വിട്ടുപോയി. നേരെ ഇന്ദിരാഭവനിൽ പോയി. സാക്ഷാൽ സണ്ണി ജോസഫ് ഇവരെ ത്രിവർണ്ണ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. അങ്ങനെ കുഞ്ഞമ്മ കോൺഗ്രസ്സുകാരിയായി. വീണ്ടും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ പോലും ജയിച്ചു. ഇപ്പോൾ വീണ്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കും. അപ്പോഴത്തേക്ക് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ കേസിൽ പ്രതിയായി. ഇനി നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, ഏഴാമത്തെ, എട്ടാമത്തെ, ഒമ്പതാമത്തെ, പത്താമത്തെ, 11ാമത്തെ കേസുകൾ അദ്ദേഹത്തെ കാത്തിരിക്കുക. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ധാർമ്മികമായ ഒരു പിന്തുണയുമായിട്ട് കുഞ്ഞമ്മ രംഗത്ത് വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ പള്ളിക്കൽ കസ്തൂർബ എന്ന് വിളിക്കുന്നത്. കാരണം മറ്റേ അദ്ദേഹം രാഹുൽ ഈശ്വർ താഴമൺ ഗാന്ധിയാണെങ്കിൽ ഇവർ തീർച്ചയായിട്ടും കസ്തൂർബയാണോ. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമായിട്ട് ഇപ്പോൾ ഇവർ രംഗത്ത് വന്നിരിക്കുകയാണ്. അവര് മാത്രമല്ല, അവിടെ പത്തനംതിട്ട യൂത്ത് കോൺഗ്രസിന്റെ ഒരു സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മോചനത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവിതാംകൂർ ഭാഗത്ത് ഏതൊരു പള്ളിയിൽ ഇദ്ദേഹം 3 കുർബാന നടത്തുന്നു എന്നാണ് കേട്ടത്. പുള്ളിക്ക് വേണ്ടി 3 കുർബാന നടത്തിയാൽ പോരാ, 4 5 ഒക്കെ കുർബാന നടത്തേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ചാർജുകൾ വളരെ ഗുരുതരമാണ്. മാത്രമല്ല ഇയാൾ ഒരു സീരിയൽ റേപ്പിസ്റ്റ് എന്ന രീതിയിലേക്ക് പോയേക്കാം. ഒരു രാമൻ രാഘവൻ അല്ലെങ്കിൽ ഗോവിന്ദചാമിയൊക്കെ ആയിട്ട് വിശേഷിപ്പിക്കപ്പെട്ടേക്കാനുള്ള സാധ്യത പോലും നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇനി ഒരുപാട് വഴിപാടുകൾ നടത്തേണ്ടതായിട്ട് വരും എന്ന് ഞാൻ ആ യുവ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ കുഞ്ഞമ്മയുടെ ഈ ധാർമ്മികമായ നിലപാടിനെയും നമ്മൾ അംഗീകരിക്കാതെ മാർഗമില്ല. ഇങ്ങനെയുള്ള ചില ആളുകൾ ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ ഈ പുരുഷവർഗം ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. കുമാരരാശൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ തർക്കം പറഞ്ഞില്ല ഓമല തന്നുയാണവൾ കല്ലല്ലി ഇരുമ്പല്ല എന്ന്. അപ്പോൾ കുഞ്ഞമ്മ ഒരു തന്നുയാണ്, കല്ലുമല്ല ഇരുമ്പുമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധാർമ്മിക പ്രതിസന്ധി, ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സുഹൃത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഐക്യദാർഢ്യവുമായിട്ട് അവർ രംഗത്ത് വന്നത്. മാങ്കൂട്ടത്തിന് വൈകാതെ ജാമ്യം കിട്ടട്ടെ. കുഞ്ഞമ്മ ഉയർത്തിപ്പിടിച്ച ധാർമ്മികവും രാഷ്ട്രീയവുമായ നിലപാടുകൾ കേരള പൊതുസമൂഹത്തിന് വെളിച്ചം കാണിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.